സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക സമ്മേളനത്തിന് മുന്നോടിയായി ഓക്സ്ഫാം ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും ഉള്ളവരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2020 ശേഷമുള്ള 3 വർഷം ലോകത്തെ ഏറ്റവും സമ്പന്നരായ 5 പേരുടെ സ്വത്ത് ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇക്കാലത്ത് ലോക ജനസംഖ്യയിൽ 60% പേർ കൂടുതൽ ദരിദ്രരായി മാറി. അതായത് 500 കോടിയോളം പേർക്ക് തുച്ഛമായ വരുമാനമോ സമ്പാദ്യമോ പോലും നഷ്ടമായി. 2020 അവസാനിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നരായ 5 പേരുടെ സ്വത്തിൻ്റെ മൂല്യം $40,500 കോടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് $86,900 കോടി. ഇലോൺ മസ്ക്, ബെർണാഡ് അർണോ, ജെഫ് ബെസോസ്, ലാറി എൽസൺ, വാറൻ ബഫറ്റ് എന്നിവരാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ. ലോകത്തെ ഏറ്റവും വലിയ 5 കോർപ്പറേറ്റുകളായ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, സൗദി ആരംകോ, ആൽഫബറ്റ്, ആമസോൺ എന്നിവയുടെ മൊത്തം ആസ്തി ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര വരുമാനത്തേക്കാൾ കൂടുതലാണ്. ഈ അസമത്വം സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. മറ്റുള്ളവരുടെ ചെലവിൽ കോർപ്പറേറ്റുകൾ തടിച്ചു കൊഴുക്കുകയാണ്. 2020 2023 ഇടയിലുള്ള കാലം അതിപ്രധാനമായിരുന്നു. ലോക ജനതയിൽ ബഹുഭൂരിപക്ഷവും കോവിഡ് മഹാമാരി വിതച്ച വിനാശത്തിന്റെ ഇരകളായി മാറിയപ്പോൾ അതിസമ്പന്നർ സ്വത്ത് പർവ്വത സമാനമായി ഉയർത്തി. മണിക്കൂറിൽ $1,40,00,000 എന്ന നിരക്കിലാണ് ഇവരുടെ സ്വത്ത് പെരുകിയത്. ഇവർ ദിവസം $10 ലക്ഷം വീതം വിനിയോഗിച്ചാൽ മൊത്തം സ്വത്ത് ചെലവഴിച്ച് തീരാൻ 476 വർഷമെടുക്കും. സാമ്പത്തിക അസമത്വം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നതും ഓർക്കണം. രാജ്യത്തെ ഏറ്റവും ധനികരായ 100 പേരുടെ മൊത്തം ആസ്തി $66,000 കോടി എന്നുവച്ചാൽ 54 ലക്ഷം കോടി രൂപ. 5% ഇന്ത്യക്കാർ രാജ്യത്തെ സ്വത്തിൻ്റെ 60% കൈയാളുമ്പോൾ 50% വരുന്ന ജനങ്ങളുടെ കൈവശമുള്ളത് മൊത്തം സ്വത്തിൻ്റെ 3% മാത്രമാണ്.